ഷൈൻഡോം ചാക്കോ മാനസാന്തരപ്പെട്ടോ? അതിന്റെ ഒരു ബാക്കിയാണ് ഈ ഒരു ക്ഷമാപണം എന്ന് തോന്നുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കൊക്കൈനുമായി പിടിക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ഷൈൻഡോം ചാക്കോ ആയിരുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് അവർക്ക് കല പുറത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞൊരു ഒരു കൂട്ടം കലാകാരന്മാർ നമ്മുടെ സിനിമാ മേഖലയിലുണ്ട്. ഇതിനേക്കാട്ടിലും തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ മദ്യപാനം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് വിനായകൻ. ഈ മദ്യപാന സംഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ പലപ്പോഴും ഇരിക്കാൻ പറ്റൂ. ക്രൂരമായ കൃത്യങ്ങൾ പലതും ചെയ്യുന്നത് MDMA ഉപയോഗിച്ചവർ മാത്രമല്ല. യഥാർത്ഥത്തിൽ മദ്യനിരോധനം കൊണ്ട് മാത്രം വെളിയിൽ പോകേണ്ടി വന്നൊരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. മദ്യനിരോധനമല്ല മദ്യവർജനമാണെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ബാറുകൾ കൂട്ടി വരുന്നത്? നാളെ തൊട്ട് ആരും വെളിയിൽ ഇറങ്ങാൻ പാടില്ല, രാത്രി ചായ കുടിക്കാൻ പോകാൻ പാടില്ല. അങ്ങനെ അവസാനം ജനങ്ങളെ പൂട്ടിയിട്ട് വളർത്താനാണ് സർക്കാർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയുമായി കുറേ നാളായിട്ട് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് വിൻസി എന്ന് പറയുന്ന നടി ഷൈൻഡോം ചാക്കോക്കെതിരെ നൽകിയൊരു പരാതിയായിരുന്നു. ആ പരാതി എന്ന് പറയുന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടെ താരം ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, പൊതുമദ്യത്തിരുന്ന് ഉപയോഗിക്കുന്നു എന്നായിരുന്നു പരാതി. അപ്പം ആ പരാതിക്കൊക്കെ ശേഷം ഇപ്പോൾ രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് ഇന്നൊരു മാധ്യമ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഷൈൻഡോം ചാക്കോ മാപ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു ബൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വിൻസി ആദ്യം പരാതി കൊടുത്തത്, പരാതി നൽകിയതിന് മുൻപ് തന്നെ വിൻസി പറയുന്നുണ്ട് ഇത് ജനങ്ങൾ അറിയണമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിയണമെന്നോ ഉള്ള ഒരു ആഗ്രഹം വിൻസിക്കില്ല. അദ്ദേഹത്തോട് സംസാരിക്കണം. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റു സഹപ്രവർത്തകരുടെ ഇടയിൽ ഈ ഒരു രീതിയിൽ പെരുമാറരുത് എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് വിൻസി പറഞ്ഞിരുന്നത്. പിന്നീട് ആ സിനിമാ സംഘടനയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിൻസി പരാതിപ്പെട്ടിരുന്ന ആളുകളൊക്കെ ആ വാർത്ത പുറത്തുവിടുകയും ഷൈൻഡോം ചാക്കോനെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നത്. ആ ഒരിടയ്ക്ക് വരുന്ന വാർത്തകളിലെല്ലാം തന്നെ ഷൈൻഡോം ചാക്കോനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാര രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ടെക്സ്റ്റ് ആ ഒരു രീതിയിലെല്ലാമായിരുന്നു വിവാദമായിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അച്ഛൻ ഷൈൻഡോം ചാക്കോ മാനസാന്തരപ്പെട്ടോ? യഥാർത്ഥത്തിൽ പെട്ടു അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന അങ്ങനെയാണ് ഇപ്പം വാർത്തകൾ വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അച്ഛന്റെ മരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചിരുന്ന മുൻപ് ചെറിയ കാര്യങ്ങൾ പോലും എന്ത് പറഞ്ഞാലും തമാശ രീതിയിൽ എടുത്തിരുന്ന ഒരു വ്യക്തിത്വം ഇപ്പോൾ മാറി എല്ലാം സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അദ്ദേഹം ഈ അച്ഛന്റെ മരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ചിലത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ എന്ന്. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഷൈൻഡോം ചാക്കോന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കമാണോ ഇന്നത്തെ ഈ ക്ഷമാപണം? ഇന്നത്തെ ഈ ക്ഷമാപണം അതിന്റെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഇന്റർവ്യൂല് ഒരു ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും മാനസാന്തരപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളത് ആ ഒരു സമയത്തെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ബാക്കിയാണ് ഈ ഒരു ക്ഷമാപണം എന്ന് തോന്നുന്നു. ഏറ്റവും അടുപ്പമുള്ള ആള് പോയതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്നും നമുക്കറിയാം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഷൈൻഡോം ചാക്കോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കൊക്കൈനുമായി പിടിക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ഷൈൻഡോം ചാക്കോ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതെല്ലാം വഴിയെ വരുന്ന വിഷയങ്ങളാണ്. പക്ഷേ ആ തരത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഷൈൻഡോം ചാക്കോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സിനിമാക്കാരിൽ ഒരുപാട് പേരുണ്ടെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയം സിനിമാ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം ഷൈൻഡോം ചാക്കോ ഒരു മാനസാന്തരപ്പെട്ടു പോവുകയാണെങ്കിലും ഈ ഒരു വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയല്ലേ ലഹരി എന്ന് പറയുന്ന വിഷയം? ചില കലാകാരന്മാരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ചിന്താഗതി എന്ന് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് അവർക്ക് കല പുറത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞൊരു ഒരു കൂട്ടം കലാകാരന്മാർ നമ്മുടെ സിനിമാ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അങ്ങനെയല്ല, ഈ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഉള്ള കല കൂടി നഷ്ടപ്പെടും അല്ലെങ്കിൽ കലാബോധം നഷ്ടപ്പെടുമെന്നാണ് പൃഥ്വിരാജിനെ പോലെയുള്ള പല നടന്മാരും വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്ന ഷൈൻഡോം ചാക്കോനെ പോലുള്ള മറ്റു കുറച്ച് ആളുകളുണ്ട്. ഈ ഒരു ഷൈൻഡോം ചാക്കോ മാത്രമല്ല ഈ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം പ്രയാഗമാട്ടിനെ പോലെ നടിമാരും അതുപോലെ തന്നെ വേറെയും പല ഭാസിയെ പോലെയുള്ള നടന്മാരൊക്കെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ നമ്മൾ കണ്ടിരുന്നതാണ്. MDMA, രാസലഹരി, ഇങ്ങനെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുന്ന ഒരുപാട് സിനിമാക്കാരുണ്ട്. പക്ഷേ ഇതിനേക്കാട്ടിലും തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ മദ്യപാനം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് വിനായകൻ മദ്യപിച്ച് കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിനായകനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മദ്യപിച്ചിട്ടുള്ള വിനായകന്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ്. ഇപ്പോഴും തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ബാക്കിയുള്ള ലഹരിയേക്കാൾ തന്നെ ഏറ്റവും വലിയ ദൂഷ്യം ചെയ്യുന്നത് തന്നെയല്ലേ മദ്യപാനം എന്ന് പറയുന്നത്. ഈ നടന്മാർ അല്ലെങ്കിൽ ഈ നടിമാര് ഇവരെ എല്ലാം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മദ്യപാനം. ഈ മദ്യപാന സംഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ പലപ്പോഴും ഇരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ജഗദീഷ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ആദ്യകാലങ്ങളിൽ ഈ മദ്യപിക്കുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല
കഴിയില്ല. ഇപ്പം ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വരെ കണക്ക് പറയും. പക്ഷെ വില കൂടി എത്ര മദ്യം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു കണക്കും പറയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മദ്യവുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള രാസലഹരിയേക്കാൾ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നതല്ല ഈ മദ്യപാനം. അതെ, ഉറപ്പായിട്ടും. ഇപ്പം നമുക്കറിയാം, അത് ഈ സിനിമ മേഖലയിൽ മാത്രമല്ല, പുറത്തേക്ക് എടുത്താലും ഈ ഒരു വിഷയത്തെ നമ്മൾ പുറത്ത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ എടുത്താലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ മദ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യം കഴിച്ചതിന് ശേഷം ആ ഒരു ലഹരിയിൽ ചെയ്യുന്ന അപകടങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ക്രൂരമായ കൃത്യങ്ങൾ പലതും ചെയ്യുന്നത് MDMA ഉപയോഗിച്ചവർ മാത്രമല്ല. MDMA ഉപയോഗിക്കുന്നത് കേടാണ്, അല്ലെങ്കിൽ അത് നശിപ്പാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അത് നിയമത്തിന് വിരുദ്ധമാണെന്ന് പറയുന്നത് പോലെ ആ ഒരു നിയമം തന്നെയാണ് ശരിക്കും മദ്യത്തിന്റെ കാര്യത്തിലും വരേണ്ടത്. കാര്യം മദ്യം ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മദ്യം കഴിച്ചതിന് ശേഷം വാഹനം ഓടിക്കുമ്പോഴാണ് ആക്സിഡന്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പല ആക്സിഡന്റ് കേസ് എടുത്താലും ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാകും, ഉറങ്ങിപ്പോകുന്നതല്ല ആ ഒരു വിഷയം, അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോ സിനിമ മേഖലയിലാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ, ഒരുപോലെ തന്നെ MDMA ആയാലും ഏതൊരു രാസലഹരി ആയാലും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ദൂഷ്യഫലങ്ങൾ ഈ മദ്യത്തിന് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ നിലപാടാണ്. സർക്കാർ ഇതിലെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നത് മദ്യത്തെ അങ്ങനെ നിരോധിക്കാൻ പറ്റത്തില്ല, മദ്യത്തെ നിർത്തലാക്കാൻ കഴിയില്ല, മദ്യവർജനം മാത്രമേ സർക്കാരിനെ കൊണ്ട് കഴിയൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്തായിരുന്നു മദ്യനിരോധനം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ മദ്യനിരോധനം കൊണ്ട് മാത്രം വെളിയിൽ പോകേണ്ട എന്നൊരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ബാക്കി എന്തെല്ലാം വിഷയം ഉണ്ടായിരുന്നല്ലോ, സോളാർ കേസാണെങ്കിലും ബാക്കി എന്തെല്ലാം വിഷയം ഉണ്ടായിരുന്നെങ്കിലും മദ്യം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ അത് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വെളിയിൽ പോകേണ്ടി വന്നത്. ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പിണറായി സർക്കാർ അതിനെതിരെ നിൽക്കാതെ മദ്യവർജനമാണ് വേണ്ടത്. മാത്രമല്ല ഇവർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പിട്ട് എന്താണ് പറഞ്ഞത്? മദ്യനിരോധനമല്ല വേണ്ടത്, മദ്യവർജനമാണ് വേണ്ടത്. അപ്പൊ കള്ളം പറയുന്നവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞ് KPCC ലളിതയുടെ കുറച്ച് പരസ്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു. അതിൽ പറഞ്ഞുകൂട്ട് മദ്യനിരോധനമല്ല മദ്യവർജനമാണെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ബാറുകൾ കൂട്ടി വരുന്നത്? ഇപ്പൊ കേരളത്തിൽ എത്ര ബാറുകളുണ്ട്? ഈ ബാറുകൾ ഇല്ലെങ്കിൽ ഇവർക്ക് ടാക്സ് കിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇതിനൊക്കെയുള്ള വരുമാനം കിട്ടണമെങ്കിൽ ജനങ്ങളിൽ നിന്നും ടാക്സ് വേണം. ടാക്സിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ ഇവർക്ക് പണം ടാക്സ് ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നും മദ്യത്തിലൂടെയാണ്, ലോട്ടറിയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം. അതുകൊണ്ട് തന്നെ ഈ ബാറുകൾ ഇല്ലാതെ ആയാൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ മദ്യനിരോധനം നിലവിൽ വന്നാൽ ഇവർ തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ വെട്ടിലാവുക എന്നുള്ളൊരു ചിന്ത ഇവർക്ക് അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ മദ്യനിരോധനം കൂടി സംഭവിച്ചാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും, ഖജനാവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ. അതെ, കേരളത്തിലെ ഖജനാവ് കാലിയാകുമെന്നതിനകത്ത് മറ്റൊരു തർക്കവുമല്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ്. മദ്യത്തിൽ നിന്ന് ഇരട്ടി വരുമാനമാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന മദ്യത്തിന്റെ വിലയും കേരളത്തിലെ മദ്യത്തിന്റെ വിലയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഇരട്ടിയാണ്. ആ 2 ഇരട്ടി വില കൊടുത്തിട്ടാണ് കേരളത്തിലെ ആളുകൾ ഇവിടെ മദ്യം വാങ്ങിക്കുന്നത്. ആ മദ്യം വാങ്ങിച്ചിട്ട് എന്താണ് ഗുണം? സർക്കാർ കാശില്ല, ഇനിയും ഞങ്ങൾ വേണമെങ്കിൽ കാശ് കൂട്ടാം എന്ന് പറഞ്ഞ് ഒരു സ്റ്റാൻഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് വാങ്ങിക്കാൻ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമാക്കാരായാലും സാധാരണ ജനങ്ങളായാലും എത്രയൊക്കെ വില കൂടിയാലും ഈ ഒരു ലഹരി വാങ്ങിക്കാൻ, മദ്യമായാലും മറ്റെന്ത് ലഹരിയാണെങ്കിലും ഉപയോഗിച്ച് ശീലിക്കുന്നവർ അല്ലെങ്കിൽ അതുമായിട്ട് ഹാബിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എത്രയൊക്കെ രൂപ കൂട്ടിയാലും അവർ അത് എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഈ നിലപാടെടുക്കുന്നു, മദ്യ നിരോധനമല്ല മദ്യവർജനമാണ്, ഓക്കെ ശരി. പക്ഷേ രാത്രി 10 മണി കഴിഞ്ഞാൽ ഒരു പൗരന് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും പുറത്തിറങ്ങാൻ പാടില്ല. പോലീസിന്റെ നിർദ്ദേശമാണ്, ഇന്ന ഇവിടെ ഒരു വിഷയം നടക്കുകയാണ്, മദ്യം കഴിച്ച് 2 പേര് സംഘർഷം, അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ച് 2 പേർ സംഘർഷം നടത്തി റോഡിൽ, നാളെ തൊട്ട് ആരും വെളിയിൽ ഇറങ്ങാൻ പാടില്ല, രാത്രി ചായ കുടിക്കാൻ പോകാൻ പാടില്ല. അങ്ങനെ എന്തെല്ലാം വിഷയമാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാധാരണപ്പെട്ട പൗരന് രാത്രിയിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഒരു ജീവിതമായിട്ട് കേരളത്തിലെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചായ കുടിക്കാൻ, അതായത് നമുക്കറിയാം യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് രാത്രി കാലത്ത് യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ യുവാക്കൾക്ക് രാത്രിയിൽ ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒരു വഴിക്ക് പറയും നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടെന്ന് പറഞ്ഞ് ബാറുകളെല്ലാം തുറന്നു വെക്കും. ഈ രാസലഹരി ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ മദ്യപിച്ചു വരുന്നവരാണ്. ഈ മദ്യപിച്ച് രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രി ആഘോഷിക്കാനും സന്തോഷിക്കാനും വേണ്ടി വരുന്ന കുറെ യുവാക്കളുമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ പോലീസ് എന്ത് പറയും? രാത്രി ഇനി ആരും ഇറങ്ങണ്ട, 10 മണിക്ക് ശേഷം ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ അങ്ങനെയുള്ള സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളും എടുത്തു നോക്കൂ, ആ വിഷയങ്ങളെല്ലാം അവസാനം എന്താണ് വരുന്നത്? രാത്രിയിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ അവസാനം ജനങ്ങളെ പൂട്ടിയിട്ട് വളർത്താനാണ് സർക്കാർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.